Hello, hi guys. ഇന്ന് നമ്മുടെ ചലഞ്ച് വീഡിയോ ആണ്. അപ്പൊ എന്താ വീഡിയോ? സ്റ്റിക്ക് പോയിട്ടോ, എവിടെ പോയത് അറിയില്ല. എന്റെ കൈയാണ് ഇപ്പൊ സ്റ്റിക്ക്. ഓക്കെ. ഒന്നര എന്റെ വീട്, ഒന്നര അവന്റെ വീട്ടില്. ലീവിന് പോയപ്പോ എടുത്താണ്. കോങ്ങണ്ണാവോ? ഇന്നത്തെ വീഡിയോ ഇതാണ്. ഫസ്റ്റ് ചില്ലി നൂഡിൽസ്, ടേസ്റ്റി സ്പൈസി. അപ്പൊ കഴിച്ചിട്ട് വരാം. ഇത് നമ്മൾ ഇത് ഭയങ്കര എരിവാണെന്നാ പറഞ്ഞത്. ഇതിനകത്ത് കണക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മറ്റേ മുളകിന്റെ. ഇതിന്റെ ടേസ്റ്റ് നമുക്കിത് ചലഞ്ച് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചേക്കണേ. അപ്പൊ നമുക്ക് ആദ്യം ഉണ്ടാക്കാം. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് മാഗി ഇടാം. ഒത്തിരി ആവോ? ഒത്തിരി ഉണ്ടാവോ? ഇത് ഒരു സെക്കൻഡ് അതോ എനിക്ക് തോന്നുന്നില്ല വിശക്കുന്നു. ഇത്രയും ഇല്ലടി കുഞ്ഞേ, നായിക്കല്ലേ? ഓക്കെ, ഇത് തിളയ്ക്കണം. ഒന്ന് ചൂടായിട്ട് ബാക്കി നമ്മള് മസാല ഇടുവാണ്. ഞങ്ങൾ ആ ഒരു പാക്കറ്റിൽ മാത്രമേ 4 മസാലയായിട്ട് ഇട്ടിട്ടുള്ളൂ. ഇതിലുള്ള എരിവ് വെച്ചിട്ടുള്ള ചലഞ്ച്, അതാണ് നമ്മൾ പറയുന്നത്. കമ്പനി അവകാശപ്പെടുന്നതും എരിവുണ്ടെന്നല്ലേ അല്ലേ? എല്ലാ കമ്പനിയും നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം. സ്പൈസി എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈന്റ് ചെയ്യാം. നമ്മളെ പറ്റിച്ചു. ഇതിൽ അവര് എഴുതിയാണ്ടല്ലേ, അത് നമ്മൾ കഴിച്ചു നോക്കിയില്ലല്ലോ എരിവുണ്ടോ ഇല്ലേന്ന്. എന്നാൽ മാധവൻകുട്ടി പറഞ്ഞില്ലേ, സംഭവം ഞാനാണ് അടുക്കളപ്പണി ചെയ്യുന്നെങ്കിലും ചിഹ്നം എടുത്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, നോക്കുക ടേസ്റ്റ്. മണം വരുമ്പോ ഏകദേശം ഒരു മണം വരുന്നുണ്ട്. ബാക്കി എന്താവുന്നത് കഴിച്ചും പറയാം. ഒത്തിരി അങ്ങ് പറ്റിക്കണ്ടല്ലോ. എന്നാ ഇത് മതി. വെള്ളം പറ്റി സംഭവം ആപ്പൊക്കെ ആയിട്ടൊരു കെട്ടിലൂര് ബാക്കിയുള്ളൂ, അറിയില്ല. ബാക്കി എണ്ണത്തിരുന്ന് വേവൂല, അതായിരിക്കും. So we have start and move in our studio. Okay, സ്റ്റുഡിയോ കണ്ടുവച്ചാലും മതി. ഇതാണ് നീ സ്റ്റുഡിയോ ഒരുക്കി വെച്ചേക്കണേ. സ്റ്റുഡിയോ ഒരുക്കി വെച്ചേക്കണോക്കി. നിന്നോട് ഞാൻ ഇതെല്ലാം ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ട് വരാനല്ലേ പറഞ്ഞേ. വിളിച്ചു വെച്ചപ്പോ ആ കവറിൽ എന്താ കൊണ്ടുപോയി മേടിച്ച സാധനങ്ങളൊക്കെ വെച്ചത് എന്താ? ഓരോന്നും ഒതുക്കാൻ സമയം വേണം. എല്ലാത്തിനും കൈ എത്തണം, പിന്നെ അനങ്ങൂല. ഇതുണ്ടല്ലോ, ഇന്ന് മേടിച്ച പേസ്റ്റാണ്. അപ്പോൾ ഇതെന്നാ വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് റെഡ് കളറുള്ള പേസ്റ്റാണ് ഇഷ്ടം. അപ്പോൾ അവൻ പറഞ്ഞെന്ന് പറഞ്ഞ് എന്നോട് അടിയുണ്ട്. ഇത് റെഡ് അടിൻ്റെ കൂടെ ഒരു ബ്രഷും കിട്ടി. ബ്രഷ് അപ്പം തന്നെ ആശാൻ സ്വന്തമാക്കി. എനിക്ക് 2-3 ദിവസവും കൂടുമ്പോ 10 കൊല്ലോ. അപ്പൊ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിവിടെ ഒന്ന് തുറന്നു നോക്കിയപ്പോ ഉണ്ടല്ലോ വെള്ള പേസ്റ്റ്. എനിക്ക് വെള്ളം ഇഷ്ടമല്ല. അപ്പം ഞാൻ പറഞ്ഞു പഴയ പേസ്റ്റ് ഞാൻ എടുത്തോളാം, ഈ പേസ്റ്റ് നീ എടുത്തോ. അങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം നോക്കണം. എനിക്ക് ഇഷ്ടം
വീട്ടിലേക്ക് കൊച്ചിനൊക്കെ വിളിച്ചു. കൊച്ചൊക്കെ സുഖമായിട്ടിരിക്കണം. കൊച്ചൊക്കെ ഉറങ്ങാൻ തുടങ്ങണം. ഇപ്പം സമയം 9:40 ഇനി വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റൊക്കെ ചെയ്ത് ഈ വീഡിയോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരുള്ളൂ. നമ്മൾ അതിന് മുമ്പ് 2 വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇട്ടിട്ടില്ല. പിന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. എന്തിനാ ഈ മാതിരി എരിവ് തോന്നാതിരിക്കാനോ? മറ്റൊരു പോലെ നിറച്ചിട്ടിട്ട് സ്പ്രൈറ്റ് ഒഴിക്ക്. മറ്റേ ഈ ചൈനീസുകാരല്ലേ നിറച്ചും ഈ കട്ടയിടും. ആ ഇതൊക്കെ രസമല്ലേ. വെള്ളമാവും. ഓ അവിടെ കൊട്ടല്ലേ അങ്ങനെ. പതുക്കെ പതുക്കെ ഈ മറ്റേ ഇതില് ചൈനീസുകാർക്കൊക്കെ കാണുന്ന പോലെ എൻ്റെ നിറച്ചു വെച്ചോട്ടോ. കുടിക്കുമോന്നറിയില്ല. കട്ടയുള്ളതുകൊണ്ടായിരിക്കും ഇത്ര നിറച്ചും കാണിക്കണേ. നിനക്കത് മതി. മതി 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 മതി. നമുക്കപ്പോൾ ഫസ്റ്റ് ഒന്ന് സാരില്ല. ഇത് കറക്റ്റായിട്ട് വിളമ്പ്. അത് ഞാൻ വിളമ്പണോ? 2 ഒരേ സ്പൂണിൽ കഴിക്കാം. എന്നാലാണ് ചലഞ്ച് ആവുള്ളൂ. ഒരു ഫോതല്ലേ ഉള്ളു. അപ്പൊ എനിക്കറിയില്ല. നീ എന്നോട് ചോദിക്കണ ചലഞ്ച് കൂടെ ആകുമ്പോ 2 ഒരുപോലെ എടുക്കണ്ടേ? അല്ല, ചലഞ്ച് കൂടെ ആകുമ്പോ 2 ഒരുപോലെയാണ് ചെയ്യേണ്ടത്. ഇത് ഒരുപോലെ തന്നെയാട്ടോ വിളമ്പോളൂ. ചൂടാ കഴിക്കുള്ളൂ. വിശക്കുണ്ട്. കണ്ടിട്ട് കൂടുതൽ തോന്നുന്നു. കണ്ടിട്ട് കൂടുതൽ സെറ്റ് ചെയ്യാം. ആദ്യം അതിന് അടുപ്പിച്ചേ. തുടങ്ങാൻ Ready? 1, 2, 3, start. ഇതിന്റെ കൂടുതലും ചെറിയ കുറവാണ്. ജാറ്റുമായില്ലേ ചൂട് വരുമ്പോൾ ഫോൺ ഐസ് ഉണ്ടാക്കാൻ തോന്നുന്നത് പറയട്ടെ. ആ ഗ്യാസ് ഒന്നും കുടിക്കില്ല.
ചീസിട്ടപ്പോൾ സ്റ്റോറി സോഫ്റ്റ് ആയി. നോക്കേ അതേ പോകുന്നു. പൊടിച്ചിട്ട് ഇതിന്റെ പകുതി ശേഖരണം ചെയ്യണ്ടല്ലോ. ഒരുപോലെ എനിക്ക് ചൂട് പറ്റില്ലല്ലോ. ആ ചൂടും ചൂടി തട്ടിയാ സംഭവം പറഞ്ഞായി ചോറാക്കിണ്ടോ? ചോറുണ്ടോ? അപ്പൊ വലിയൊരു വില ഗ്ലാസ് കണ്ടുണ്ട്. അപ്പൊ എരിവെന്ന് വെച്ചാൽ എരിവുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ടായിരുന്നു. പൊടി മാത്രം ഇപ്പൊ ഒരു എരിവ് തോന്നിയില്ല. ഇപ്പൊ ഞാൻ വെച്ചിട്ട് മുളക് പൊടി ഇട്ടു. എരിവുണ്ട്. പിന്നെ എനിക്ക് ആ ചൂടോടെ ആയപ്പോ ഞാൻ ചൂടധികം ചൂട് ചായ ആണെങ്കിൽ ഞാൻ അധികം ചൂടായിട്ട് കുടിക്കും. തണുത്തതിന് ശേഷം ഇത് ഇച്ചിരി തരായിരുന്നു. എന്തിനാ അതെടുക്കാൻ? പിന്നെ ചുണ്ടിലെ തൊലി മൊത്തം പുറത്തായിട്ട് രണ്ട് ചുണ്ടി തൊലിയൊക്കെ പോയിരിക്കുക. അപ്പൊ അതിൻ്റെ ആയിട്ട് എരിവങ്ങ് ഇത് ചിന്തി പോണ കാരണം എരിച്ച് ഗ്ലാസ് ജ്യൂസ് കുടിക്കും. രണ്ടും കോരി പോലത്തെ ഉപയോഗിച്ചു. അപ്പൊ ഓക്കെ ബൈ ബൈ. ചെറിയൊരു വീഡിയോ ആയി പോയി. പക്ഷെ ഇച്ചിരി അല്ലേ ഉണ്ടായിക്കോളൂ. എരിവ് എങ്ങനെയാണെന്ന് അറിയില്ലാത്തോണ്ട് ഇച്ചിരി തോന്നിയുണ്ടായിരുന്നെങ്കിൽ ഇതിന് ഞാൻ വെട്ടിച്ചേനെ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പൊ ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ്.
നൈറ്റ്.